വെൽക്കം ടു ഡോപ്പയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അടുത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുണ്ട്. ബോർഡ് എക്സാം ഒക്കെ ആവാനായി, നീറ്റും അടുത്തോലുണ്ട് അല്ലെ, നമ്മൾ മെയിലായിട്ട് നീറ്റ് ഉണ്ട്. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നിങ്ങൾ നീറ്റ് ആസ്പിറന്റ് ആണോ? എന്നാൽ നിങ്ങൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? എടാ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സംഭവങ്ങൾ ഇപ്പൊ +2 ആണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒക്കെ എനിക്ക് അറിയാം. ഇപ്പൊ പഠിക്കുന്ന സാധനങ്ങൾ വൃത്തിക്ക് പഠിക്കുക. ഓക്കെ, നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കൂടെ തന്നെ നീറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കൂടി വേണം. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം, മനസ്സിലായില്ലേ? കാരണം ഈ ബോർഡ് എക്സാം കഴിയുമ്പോൾ ബോർഡ് എക്സാം +2ന്റെ ഏകദേശ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടലായിട്ടുള്ള ഒരു ബോധം ഉണ്ടാവും. സോ നിങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, സ്കൂളിലത്തെ ബോർഡ് എക്സാമിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്തും നിങ്ങൾ കുറച്ച് സമയം, ഞാൻ കുറേ സമയം എന്നൊന്നും പറയുന്നില്ല, ഒരു 30 മിനിറ്റ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ കണ്ടെത്തണം കേട്ടോ. ഇപ്പൊ നീറ്റ് എന്നുള്ള ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം. കിട്ടും. ഞാനും അങ്ങനെ പഠിച്ചു വന്നിട്ടുള്ള ഒരാളാണ്, മനസ്സിലായില്ലേ? ഇപ്പൊ സമയമൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ പ്രോപ്പറായിട്ട് മൈൻഡ് സെറ്റ് ചെയ്താൽ മതി. ആൻഡ് ഇതിന്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, +1 മറന്നു പോകരുത്. കാരണം ഇനിയും ബോർഡ് എക്സാമിന് ഒരുപാട് സമയമുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബോർഡ് എക്സാമിന്റെ ആ ഒരു ഹീറ്റിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ബോർഡ് എക്സാം മാത്രമായിരിക്കും കോൺസെൻട്രേറ്റ്. അപ്പോൾ ഇപ്പൊ കുറച്ച് സമയം നിങ്ങൾ എന്ത് ചെയ്യണം? +1. ഓക്കെ, +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ +1 നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്ന ചാപ്റ്റേഴ്സ്, കുറേ സമയം എടുക്കും പഠിക്കാൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ചാപ്റ്റേഴ്സ് വളരെ എന്ത് ചെയ്യുക? കുറച്ചായിട്ട് ദിവസങ്ങൾ വെച്ചിട്ട് പഠിക്കുക. കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഓക്കെ, അതായത് പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യൻസ്, ഓരോ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ മനസ്സിലായി, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. IIT ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഓക്കെ, അപ്പം ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആൻഡ് ബോർഡ് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രാഷ് കോഴ്സ് ഉണ്ടാവും. നെവർ എവർ മിസ് ദാറ്റ്. ക്രാഷ് കോഴ്സ് എല്ലാവരും അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ നീറ്റ് ലക്ഷ്യമാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യുക. +1 ഉഷാറായിട്ട് പഠിക്കുക. +2 കാരണം നിങ്ങൾ സ്ട്രോങ് ആയിരിക്കുന്ന സമയത്ത് ഇപ്പൊ +1 കൂടി ഉഷാറായിട്ട് പഠിക്കുക. ക്രാഷ് കോഴ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആരും മിസ്സാക്കരുത്. ഓരോ കുഞ്ഞ് എക്സാംസ് നിങ്ങൾക്ക് ഇതിന്റെ ഇടയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ അതൊക്കെ എഴുതണം. ഓക്കെ, ബോർഡ് എക്സാം ആണ്, എനിക്ക് ഇതിന് സമയം ഉണ്ടാവില്ല, ഞാൻ പഠിച്ചിട്ടില്ല, ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഓരോ കുഞ്ഞ് നീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അതൊന്നും നിങ്ങൾ മറന്നു പോകരുത്. നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. നിങ്ങൾ പ്രോപ്പറായിട്ട് മൈൻഡ് സെറ്റ് ആക്കുക, റിലാക്സ് ചെയ്ത് പഠിക്കുക, ഉഷാറായിട്ട് കിടിലനായിട്ട് പഠിക്കുക. കാരണം നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ ഏറെയാണ്, മനസ്സിലായില്ലേ? കാരണം എന്താ അറിയോ, ബാക്കി കുട്ടികളെ പോലെ അല്ല, നിങ്ങൾ +2 ജസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികളാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പഠിച്ചിട്ടുള്ള കണ്ടന്റ്സിന്റെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നിങ്ങൾ ഉഷാറായിട്ട് എല്ലാ കണ്ടന്റ്സും നിങ്ങൾക്ക് സ്ട്രോങ് ആയിരിക്കും. നിങ്ങൾ മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ റിസൾട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് റാങ്കിൽ കുറെ വന്നിട്ടുള്ളവരൊക്കെ ഇതേപോലെ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുതിയിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ നിങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. അത് ഉപയോഗപ്പെടുത്തുക, പ്രയോജനപ്പെടുത്തുക. ആ ഒരു കോൺഫിഡൻസ് ഒന്നും താഴോട്ട് പോകരുത്, ഇങ്ങനെ മേലോട്ട് കൊണ്ടുവരാം, മനസ്സിലായില്ലേ? ഓവർ കോൺഫിഡൻസ് ആവരുത് കേട്ടോ. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഉഷാറായിട്ട് ഉറങ്ങാം, ഉഷാറായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് ഫുഡ് കഴിക്കുക, ആൻഡ് റിലാക്സ് ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.